രാജ്യത്തും സംസ്ഥാനങ്ങളിലുമെല്ലാം വളരെയേറെ പ്രശ്നം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് തെരുവ് നായ്ക്കളുടെ ശല്യം. അവർക്ക് മുന്നിൽ കുട്ടികളെന്നോ പ്രായമുള്ളവരെന്നോ യുവാക്കളെന്നോ ഒന്നുമല്ല. നിരന്തരം കൺമുന്നിൽ കിട്ടുന്നവരെ ആക്രമിക്കുക, മാരകമായി മുറിവേൽപ്പിക്കുക എന്ന ചിന്ത മാത്രമാണ് തെരുവ് നായ്ക്കൾക്കുള്ളത്. അതേ പ്രക്രിയയാണ് കൃത്യമായ നിലപാടുകൾ അല്ലെങ്കിൽ നിയമങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ എടുക്കാതെ പോകുന്ന ഭരണ നേതൃത്വങ്ങളെയും നമുക്ക് വിരൽ ചൂണ്ടാൻ സാധിക്കും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരന്തരം തെരുവ് നായ്ക്കളുടെ ശല്യങ്ങൾ നിയന്ത്രിക്കണമെന്നും അവയെ മറ്റു സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ജനങ്ങളുടെ വാസസ്ഥലത്ത് നിന്ന് മാറ്റണമെന്നൊക്കെ നിരന്തരം പറയുമ്പോഴും സുപ്രീം കോടതിയുടെ വാക്കുകളെ മുഖവിലക്കെടുക്കാതെയോ മറ്റാരുടെയൊക്കെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുന്നത് കാണുമ്പോൾ വളരെ ദുഃഖകരമാകുന്നത് പൊതുജനത്തിനെ എന്തുകൊണ്ട് ഇവർ പരിഗണിക്കുന്നില്ല എന്ന തോന്നൽ അല്ലെങ്കിൽ ചിന്തയാണ് കയറിക്കൂടി വരുന്നത്. എനിക്ക് പറയാൻ സാധിക്കും, ഈ തെരുവ് നായ്ക്കളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റോ സംരക്ഷിച്ച് ഭക്ഷണം കൊടുത്ത് പിന്നാലെ ഒരു സമയത്ത് വീണ്ടും തുറന്നു വിടുന്ന ഒരു സാഹചര്യത്തിനേക്കാളും ഇവയെല്ലാം പിടിച്ച് വലിയ വലിയ കാടുകളിലേക്ക് കൊണ്ട് തള്ളിയാൽ ജീവിക്കുന്നത് ജീവിക്കും, അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങൾക്ക് ഇരയാകേണ്ടത് ഇരയാകും. അങ്ങനെ വരുമ്പോൾ പട്ടികളുടെ അല്ലെങ്കിൽ നായ്ക്കളുടെ ശല്യം ഒഴിയുകയും ചെയ്യും. വലിയ വലിയ വന്യമൃഗങ്ങൾക്ക് വിശപ്പടക്കാനും സാധിക്കും. അതുവഴി പട്ടികളുടെ ശല്യങ്ങൾ തെരുവുകളിൽ നിന്ന് കുറയുകയും ചെയ്യും. മനുഷ്യരെ ആക്രമിക്കാൻ വേണ്ടി ഇര തേടി നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന പുലിയും കടുവയെ പോലെയുള്ള വന്യമൃഗങ്ങളുടെ വരവും കുറയും. പട്ടിയുടെ നിയന്ത്രണം കൃത്യമായി തന്നെ സർക്കാരുകൾ നിയന്ത്രിച്ചാൽ പൊതുജനം സംരക്ഷണം ഉണ്ടായി കുട്ടികൾ സഹിതം സുരക്ഷിതമായി സഞ്ചരിക്കാൻ സാധിക്കും. പശുവിൻ്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പും മാറും. കൃത്യമായി തന്നെ സർക്കാർ ഈ വിഷയങ്ങളിൽ നിലപാടുകൾ കൃത്യമായി എടുത്താൽ പൊതുജനത്തിന് വലിയൊരു സമാധാനം ലഭിക്കുമെന്ന് മാത്രമാണ് പറയാനുള്ളത്.